എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 36 ശ്ലോകം 29, 30, 31, 32, 33, 34 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കംസൻ അക്രൂരനോട് നയത്തില് സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അക്രൂരനെ ഒരു ശത്രുവിനെ പോലെയാണ് കരുതണത്. ആ യദുക്കളുടെ ഇഷ്ടനാണെന്നുള്ളത് നല്ലോണം അറിയാം കംസന്. അതുകൊണ്ട് പക്ഷെ ഈ സമയത്ത് കാര്യം സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല നയത്തില് പറയണു, അങ്ങല്ലേ ധാരാളം ദാനങ്ങൾ ചെയ്യുന്ന മഹാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ ഹിതത്തെ ഏറ്റവും നന്നായിട്ട് ആലോചിച്ച് ചെയ്യണത് എന്റെ നേർക്ക് ഇത്ര ആദരമുള്ളവരായിട്ട് വേറെ ആരുമില്ല അങ്ങേ പോലെ എന്നൊക്കെ ഇങ്ങനെ പൊക്കി പൊക്കി പറയാ. അതസ്ത്വാമാശ്രിത സൗമ്യ കാര്യഗൗരവ സാധനം യഥേന്ദ്രോ വിഷ്ണുമാശ്രിത്യ സ്വാർത്ഥമധ്യഗമൽ വിഭു. അതുകൊണ്ട് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ അങ്ങയെ ആശ്രയിച്ചിരിക്കുക. അപ്പൊ അങ്ങേ പോലെ ഇത്ര സമർത്ഥനായിട്ടുള്ള ആളുള്ളപ്പോ എന്തിനാ എന്നോട് പറയണെന്നൊന്നും അങ്ങനെ വിചാരിക്കണ്ട. സമർത്ഥന്മാർക്കും ചില കാര്യസാധ്യത്തിലേ അന്യരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. പറയാണ് കേവനായിട്ട്. എന്തുപോലെ എന്നാൽ മഹാപരാക്രമിയും സർവസമർത്ഥനുമായ ദേവേന്ദ്രൻ വിഷ്ണുവിനെ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം കാര്യം സാധിക്കണില്ലേ? വിഭു എന്ന പദം അവിടെ ഇന്ദ്രന് വിശേഷമായിട്ട് പ്രയോഗിച്ചതാണ്. ഇന്ദ്രനേക്കാൾ താണവനാണ് വിഷ്ണു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതെന്താന്ന് വെച്ചാൽ ഉത്കൃഷ്ടനായ ഇന്ദ്രൻ തന്നിൽ നിന്ന് താണിരിക്കുന്ന അനുജനായ അതായത് വാമനരൂപിയായ വിഷ്ണുവിനെ ആശ്രയിക്കുന്നത് പോലെ സർവസമർത്ഥനും ഭോജാധിപതിയായ ഞാൻ നിന്നെ ഒന്ന് ആശ്രയിക്കുന്നു കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ട്. അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കംസന്റെ. എന്നിട്ട് പറയണു, ഗച്ഛ നന്ദവ്രജം തത്ര സുതാവാനകദുന്ദുഭേ ആസാദേ താവിഹാനേന രഥേനാനയമാചിരം. പറയണു എന്ത് കാര്യം സാധിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ തേര് കൊടുത്തേക്കാം. എൻ്റെ ഈ തേരില് നന്ദന്റെ ഗോകുലത്തിലേക്ക് പോകണം. അവിടെ വസുദേവന്റെ 2 പുത്രന്മാര് താമസിക്കുന്നുണ്ട്. അവരെ ഈ തേരിലേറ്റിയിരുത്തി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഒട്ടും താമസിക്കണ്ട ക്രൂര. അങ്ങനെയാണ് തന്റെ അന്തകന് തന്റെ സമീപത്ത് വരാൻ തന്റെ വാഹനം തന്നെ, ഉത്തമ വാഹനം, തന്റെ ആന്തരശത്രുവായ അക്രൂരിനെയും താൻ തന്നെ അയച്ചു. അതാണ് ഇത് ആശ്ചര്യം അല്ലെ. തന്നെ കൊല്ലാനുള്ള ആളെ വിളിച്ചു വരുത്താണ്, തന്നേര് കൊടുത്തയച്ച് വിളിച്ചു വരുത്താണ് കംസൻ. നിസൃഷ്ട കിലമേ മൃത്യുർ ദേവൈ വൈകുണ്ഠ സംശ്രയൈ താവാനയ സമം ഗോപേർ നന്ദാദ്യൈ സാഭ്യുപായനൈ. എന്നെ പേടിച്ചിട്ടേ ആ മഹാവിഷ്ണുവിനെ ആശ്രയിച്ച ദേവന്മാര് എന്നെ സംഹരിക്കാനുള്ള അന്തകനായിട്ട് അവരെ 2 പേരെയും ഭൂലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണെന്ന്. അതാ നാരദ മഹർഷി എന്നോട് കാര്യം പറഞ്ഞു. അതുകൊണ്ട് അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. അതിന്റെ ഉപായവും ഞാൻ പറഞ്ഞുതരാം, സൂത്രം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരംഭിച്ചിരിക്കുന്ന ധനുർയാഗത്തിന് വേണ്ടുന്ന പാല്, തൈര് മുതലായുള്ള സാധനങ്ങളോടുകൂടി യാഗം കാണാനായിട്ട് വരണം. നിങ്ങൾ എല്ലാവരും വരണമെന്ന് നന്ദാദി ഗോപന്മാരോട് പറയണം. അപ്പോൾ അവരോടുകൂടി ആ 2 കുട്ടികളെയും കൂട്ടി പോരണം. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉത്സവം കാണാനൊക്കെ വലിയ ഇഷ്ടാവുമല്ലോ. നല്ല രസമാണ് ഇവിടെ ഉത്സവം കാണാനെന്ന് പറഞ്ഞ് സൂത്രത്തില് ആ കുട്ടികളെയും കൂടി ഇവിടെ വരുത്തണം. എന്തിനാന്നോ? ഘാതയിഷ്യൈ ഇഹ ആനീതോ കാലകൽപ്പേന ഹസ്തിന യതി മുക്തൗ തതോ മല്ലേർ ഘാതയേ വൈദ്യുതോപമൈ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നേന്ന് എന്താ ആവശ്യം? അതിന് പറയാ, ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അവരെ അന്തക തുല്യനായ നമ്മുടെ കുവലയാ വീടല്ലേ, അവനെ കൊണ്ട് ഞാൻ അവരെ കൊല്ലിക്കും. അതിനു വേണ്ടിയിട്ടാ. ഇനിയിപ്പൊ എങ്ങാനും ആനയിൽ നിന്ന് തെറ്റിപ്പോയ, ആനയ്ക്ക് കൊല്ലാൻ സാധിച്ചില്ല വെച്ചാൽ ആ മല്ലരംഗത്തില് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് 2 ഇടിത്തി തുല്യന്മാരായിട്ടുള്ള ചാണൂരൻ, മുഷ്ടികൻ മുതലായിട്ടുള്ള മല്ലന്മാര്. അവരെന്തായാലും ആ രാമകൃഷ്ണന്മാരെ കൊന്നിരിക്കും എന്ന് പറയാം കംസൻ. തയോർനിഹതയോസ്തപ്താൻ വസുദേവ പുരോഗമാൻ തൽബന്ധൂൻ നിഹനിഷ്യാമി കൃഷ്ണിഭോജദശാർഹകാൻ. അപ്പൊ
അക്രൂരൻ പേടിക്കണ്ട. രാമകൃഷ്ണന്മാരെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് കൊല്ലിക്കുന്നത് സഹായിച്ചാൽ വസുദേവാദികളെ ഉപദ്രവിക്കില്ലേ എന്നായിരിക്കും ഇപ്പൊ അക്രൂരിന്റെ ഉള്ളിലുള്ള പേടി. അതൊന്നും പേടിക്കണ്ടെന്നേ. ആ രാമകൃഷ്ണന്മാര് അവരെ കൊന്നു കഴിഞ്ഞാണ്ടല്ലോ, അവര് ചത്തു കഴിഞ്ഞാൽ പിന്നെ വ്യസനിച്ചിരിക്കണം വാസുദേവൻ, മറ്റ് ദേവകൻ, ഭോജവൃഷി, വൃഷ്ണികളെല്ലാവരെയും, അവരുടെ ബന്ധുക്കളെയൊക്കെ ഞാൻ കൊല്ലും. അവരൊക്കെ അങ്ങനെ ദുഃഖിച്ചിരിക്കല്ലേ. അപ്പൊ ആ സമയത്ത് കൊല്ലാനൊന്നും ഒരു വിഷമമില്ല. അതുകൊണ്ട് അക്രൂരൻ ഒട്ടും പേടിക്കണ്ട. ഉഗ്രസേനം ച പിതരം സ്ഥവിരം രാജ്യകാമുകം തൽഭ്രാതരം ദേവകം ച യേ ചാന്യേ വിദ്യുഷോ മമ. പടുവൃദ്ധനായി ഒന്നും വയ്യാന്ന് വെച്ചാലും രാജ്യം ഭരിക്കണം, രാജാധിപത്യം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് എന്റെ പിതാവായിട്ടുള്ള ഉഗ്രസേന ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ പക്ഷത്തിൽ ചേർന്ന് സഹായിക്കുന്ന ആ ദേവകനെയും എന്റെ ശത്രുക്കളായിരിക്കുന്ന മറ്റെല്ലാവരെയും ഞാൻ സംഹരിക്കും. അതുകൊണ്ട് അക്രൂരന് അതിലൊന്നും ഒട്ടും വിഷമിക്കണ്ട. വേഗം പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നോളൂ അവരെ എന്ന് പറയും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.